നമസ്കാരം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. നമ്മുടെ ഗുരു ആയുർജീവൻ എന്ന വാട്സപ്പ് ചാനലിൽ ദീപാവലിയുടെ ശാസ്ത്രീയ അർത്ഥം വിവരിച്ചിട്ടുണ്ട്. കാണുമെന്ന്, കേൾക്കുമെന്നും വായിക്കുമെന്നും കരുതുന്നു. നമുക്ക് ഇന്നലെ പറഞ്ഞിരുന്നത് പിശാചങ്ങൾ, രാക്ഷസങ്ങൾ, ഗ്രഹങ്ങൾ, ഭൂതങ്ങൾ എന്നിവയെല്ലാം അർത്ഥമുള്ളതാണ്, സത്യമാണ് എന്നുള്ള കാര്യമായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യാൻസർ പഠനത്തിൻ്റെ, മഹാരോഗങ്ങളുടെ പഠനത്തിൻ്റെ 19ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. വിദ്യുത് ദശനാദികൾ, പിശാചാദികൃതങ്ങൾ എന്നിങ്ങനെ 2 തരത്തിലുള്ള രോഗങ്ങളാണ് ആദിദൈവിക ദുഃഖങ്ങളിൽ ദൈവബല പ്രവൃത്തമായിട്ടുള്ള രോഗങ്ങൾ എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അവയിലാണ് പിശാചങ്ങൾ, രാക്ഷസങ്ങൾ, ഗ്രഹങ്ങൾ, ഭൂതങ്ങൾ എന്നിവയെല്ലാം കടന്നു വന്നത്. അവയുടെ ശാസ്ത്രീയത നമ്മൾ ഇന്നലെ പരിശോധിക്കുകയുമുണ്ടായി. ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് കരുതിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. വാക്കുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ചിന്ത കൊണ്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്ന അണുക്കൾ, പിശാചങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു. ശബ്ദം കൊണ്ട് രൂപങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന്, അതേപോലെ രൂപങ്ങളുടെ ഘടന മാറ്റാൻ പറ്റുമെന്ന് ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട്. ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്നുവരെയുള്ള വാദഗതികൾ വളരെ ശക്തമാണ്. അപ്പോൾ ഇവിടെ സൂക്ഷ്മജീവികളെ ഒന്നും ഒരു കാലത്തും ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനാവില്ല എന്നുള്ള സത്യമാണ്, യാഥാർത്ഥ്യമാണ് നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടത്. കാരണം പ്രപഞ്ചമുണ്ടായപ്പോൾ ആദ്യമുണ്ടായത് സൂക്ഷ്മജീവികളാണ്. ഏകകോശ ജീവികൾ മുതൽ നമ്മുടെ ചരിത്രം, ജീവൻ്റെ ചരിത്രം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മേക്കാൾ പരിചയസമ്പന്നരായ ഒരു വിഭാഗമാണ് സൂക്ഷ്മജീവികൾ എന്ന് മനസ്സിലാക്കണം. കോടിക്കണക്കിന് വർഷങ്ങളുടെ, കോടാനുകോടി വർഷങ്ങളുടെ പരിചയവും അനുഭവ സമ്പത്തും പേറിയാണ് ഓരോ സൂക്ഷ്മജീവിയും ഭൂമിയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത്, നിലനിൽക്കുന്നത്, അപ്രത്യക്ഷമാകുന്നത്. അപ്പോൾ നമ്മുടെ ആഭ്യന്തരഭാവം, ബാഹ്യഭാവം, പരിസരം ഇതെല്ലാം മലീസമമാകുമ്പോഴാണ്, മാലിന്യം നിറയുമ്പോഴാണ് ഈ സൂക്ഷ്മജീവികൾ അവിടെ വന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഇവയോരോന്നും വളരുന്നതും നിലനിൽക്കുന്നതും പുനർജനിക്കുന്നതും എല്ലാം ഓരോരോ മാധ്യമങ്ങളിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് പണ്ടൊക്കെ കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളത്തിൽ കൊതുകുകൾ വളരില്ലായിരുന്നു. കോരാത്ത കിണറിലെ വെള്ളത്തിലും കൊതുകുകൾ വളരില്ലായിരുന്നു. പക്ഷേ ഇന്ന് അത് ആ അവസ്ഥയല്ല. അന്നൊക്കെ ക്ഷേത്രകുളത്തിൽ പലരും മുങ്ങിക്കുളിച്ച്, മണിക്കൂറുകളോളം നീന്തിക്കുളിച്ച് എല്ലാം വരുന്നവർക്കൊന്നും അമീബിക് ഡിസെൻട്രിയോ അല്ലെങ്കിൽ അമീബിക് ഫീവറോ ഒന്നും കണ്ടിട്ടില്ല. മസ്തിഷ്ക ജ്വരം തീരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മളെല്ലാം നമ്മുടെ സെപ്റ്റിക് ടാങ്കുകളിൽ സൂക്ഷിക്കുന്ന മലം, മൂത്രം, ശരീരം കഴുകിയ സോപ്പ് വെള്ളം, അടുക്കളയിലെ വേസ്റ്റ് ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺക്രീറ്റ് ഭിത്തികളെ ഭേദിച്ച് നമ്മുടെ മണ്ണിൽ കലരുന്നു. മഴക്കാലത്തവ നമ്മുടെ കിണറുകളിലെത്തുന്നു. അങ്ങനെ മലവും മൂത്രവും വർഷങ്ങളായിട്ട് 25-50 കൊല്ലങ്ങളോളം നമ്മൾ ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു. ഇവയാണ് അനുകൂല സാഹചര്യങ്ങളിൽ നമ്മുടെ കുടിവെള്ളത്തിൽ എത്തുന്നത്. കോളിബയോ ബാക്ടീരിയ ഇല്ലാത്ത വെള്ളം കേരളത്തിൽ കിട്ടാനില്ല എന്നുള്ള ഒരു സർവേ റിപ്പോർട്ട് വരെ
കാണാനിടയായിട്ടുണ്ട്. അതായത് തീട്ടം വെള്ളമാണ് നമ്മളെല്ലാം നിത്യവും കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ വിസർജ്യങ്ങളെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും എത്തിക്കുന്ന തരത്തിലാണ് നമ്മുടെ സംവിധാനങ്ങൾ ഉള്ളത്. അതേപോലെ പണ്ടെല്ലാം അറവുശാലകളിൽ ഉണ്ടായിരുന്ന കോഴിയായാലും ആടായാലും പശു ആയാലും ഏതായാലും ഇവിടെയൊക്കെ വേസ്റ്റുകൾ, ഉപയോഗിക്കാൻ കഴിയാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കുഴിച്ചു മൂടി ഒരു ശവം മറവ് ചെയ്യുന്ന രീതിയിൽ അതിന് ഭദ്രമായി മറവ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അവയെല്ലാം പലവിധ ഫാക്ടറികളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവ മറ്റു പല രാസവസ്തുക്കളെയും ചേർത്ത് പൊടിച്ചെടുത്ത് പുതിയ പേരുകളിട്ട് ആരോഗ്യ പാനീയങ്ങളെന്ന പേരിൽ, ആരോഗ്യ ഭക്ഷണങ്ങളെന്ന പേരിൽ നമ്മൾ തന്നെ വാങ്ങി കഴിക്കുന്നു. അതായത് ഈ ജീവികളുടെയെല്ലാം മലം കൂടി നമ്മൾ നിത്യവും കഴിക്കുകയാണ്. അങ്ങനെ വിസർജ്യം ശരീരത്തിലെ രക്തത്തിലെ ഓരോ അണുവിലും നിറഞ്ഞ് ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ബോട്ടിക്കറിക്ക് പ്രത്യേക ഇഷ്ടമാണ്. അത് ഗർഭിണികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് കാണാറുണ്ട്. അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അവരെ കൂടി എങ്ങനെയെങ്കിലും തങ്ങളെപ്പോലെ ആരോഗ്യമില്ലാത്തവരാക്കി പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കണം എന്നാണ് യുവതലമുറ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ശരീരം ഒരു കോളനി ഓഫ് വൈറസ് ആക്കി മാറ്റിയിട്ട് ഇനി നമ്മളിതൊക്കെ വേവിച്ചാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു വാദഗതിയുണ്ട്. പലപ്പോഴും ഇത്തരം സൂക്ഷ്മജീവികൾ എല്ലാ രാസവസ്തുക്കളെയും അതിജീവിക്കുന്നവരാണ്. നമ്മുടെ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡൊന്നും അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് അവ ചാവാതെ തന്നെ നമ്മുടെ ശരീരത്തിലെത്തും. ഈ മാംസമൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ബാക്ടീരിയകൾ അവരുടെ ശരീരത്തിലെത്തും. അവ അകത്ത് ചെന്ന് സജീവമാകും. അവിടെ കോളനികൾ തീർക്കും. കുട്ടിയും കുടുംബവുമൊക്കെ ആയിട്ട് വികസിക്കും. എന്നിട്ടവ നമ്മുടെ കരളിനെ ആദ്യം ചീത്തയാക്കും. അങ്ങനെ പിന്നീട് ശരീരം മുഴുവൻ നിറയുന്ന സമയത്ത് അവിടെ ട്യൂമറുകൾ പ്രത്യക്ഷപ്പെടും. ആ ട്യൂമറുകളിലേക്ക് വീണ്ടും പലവിധ സൂക്ഷ്മാണുക്കളെ നമ്മൾ കടത്തിവിടുന്നത് ഇതേ പ്രോസസ്സ് വഴി കടത്തിവിടുന്നതിനാൽ വീണ്ടും അവയിലെല്ലാം അത് ക്യാൻസർ ആയി മാറും. അവ തന്നെ ഒരു കോളനിയായി രൂപീകരിച്ച് തങ്ങൾ കുടിയേറിയ ചില പ്രത്യേക വർഗ്ഗക്കാരൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു പ്രദേശത്ത് കുടിയേറും, അവിടെ പെറ്റുപെരുകും, എന്നിട്ട് അവിടുത്തുകാരെ പുറത്താക്കും. ആ രീതിയിൽ തന്നെ ആണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്തരം ജനവിഭാഗങ്ങളെങ്കിലും നമ്മളെ ഭൂമിയുടെ ക്യാൻസറായിട്ട്, മനുഷ്യവംശത്തിൻ്റെ ക്യാൻസറായിട്ട് കാണേണ്ടിയിരിക്കുന്നു. പണ്ട് മാർക്കറ്റിൽ നിന്ന് ഉണക്ക മത്സ്യം വാങ്ങിച്ച് കൊണ്ടുവരാറുണ്ടായിരുന്നു. സ്വാദോടെ നമ്മളെല്ലാം കഴിക്കാറുമുണ്ടായിരുന്നു. അവ സൂര്യപ്രകാശത്തിലായിരുന്നു ഉണങ്ങിയിരുന്നത്. സൂര്യപ്രകാശത്തിൽ ഉണങ്ങുമ്പോൾ ഒരുപാട് സൂക്ഷ്മാണുക്കൾ മരിച്ചു പോകും, നശിച്ചു പോകും. കാരണം അത് സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ടല്ല, അവയിലുള്ള മറ്റ് ചില ശക്തിവിശേഷങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് പൗരാണികൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ചൂടാക്കുക എന്നതിനേക്കാൾ പ്രധാനം വെയിൽ കൊള്ളിക്കുക എന്നുള്ളതിനാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. അങ്ങനെ വെയിൽ കൊള്ളിച്ച് വരുന്ന ഉണക്ക മത്സ്യങ്ങളായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. എന്നാൽ ഇന്നത് ഒരു വലിയ പെട്ടിയിൽ മത്സ്യമിടും, അതിന് മേലെ ഉപ്പിടും, വീണ്ടും മത്സ്യമിടും, വീണ്ടും അതിന് മേലെ ഉപ്പിടും, അതിന് മുകളിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫ്യൂറഡാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാസവസ്തുക്കളൊക്കെ എൻഡോസൾഫാൻ പോലുള്ള രാസവസ്തുക്കൾ വിതറും. എന്നിട്ട് അവയെ വലിയൊരു യന്ത്രം കൊണ്ട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് അതിലെ ജലത്തെ മുഴുവൻ വാർത്ത് കളയും. ഈ രീതിയിലാണ് ഇന്ന്, അതായത് ആ കീടനാശിനി കൂടി നമ്മുടെ വയറ്റിൽ എത്തുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒഴുകി താഴെ വീഴുന്ന ആ ജലത്തെ മറ്റു പല ഭക്ഷ്യവസ്തുക്കളുമാക്കി വീണ്ടും നമ്മളിലേക്ക് തന്നെ
എത്തിക്കും. കുടിക്കാനുള്ള പാനീയങ്ങളൊക്കെ പലതും അത്തരം വസ്തുക്കളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന പല കുടിവെള്ളങ്ങളും ഇത്തരം വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബിസ്ക്കറ്റിൻ്റെ കഥ. കിളിമീൻ പോലുള്ള മത്സ്യങ്ങളെ നമ്മൾ കൊറിയയിലേക്ക് കയറ്റി അയക്കും. അവിടെ വെച്ച് അവ പൊടിയാക്കി ഇതേപോലെ ഒരുപാട് രാസവസ്തുക്കൾ ചേർത്ത് പൊടിയാക്കി തിരിച്ചു വരും. എന്നിട്ട് നോമ്പ് കാലത്ത് ഞാൻ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബിസ്ക്കറ്റുകൾ വാങ്ങിക്കഴിക്കും, അത്തരം ബ്രെഡുകൾ വാങ്ങിക്കഴിക്കും. ഇങ്ങനെയെല്ലാം അറിവില്ലായ്മയിലേക്ക്